ഹായ് എല്ലാവർക്കും നല്ലൊരു മോർണിംഗ് ആശംസിക്കുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ. എഴുന്നേറ്റ ഉടനെ ഒരാശയം മനസ്സിലേക്ക് വരികയും അപ്പോൾ അത് ഷെയർ ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് വീഡിയോ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബിസിനസ്സിലേക്ക് കടന്നത് 2017 2017-18 കാലഘട്ടത്തിലാണ് ഫുൾ ടൈം ഒരു ബിസിനസ് മേഖലയിലേക്ക് ഞാൻ കടന്നത്. ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. എന്നെക്കൊണ്ടിത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള ചിന്തകൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് ചിന്തിച്ച ഒരുപാട് സമയങ്ങളുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് എനിക്ക് പരാജയങ്ങൾ സംഭവിച്ച സമയത്താണ്. നമ്മൾക്ക് ചെറിയ ചെറിയ വിജയങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചിന്തിക്കുന്നത് ആഴത്തിൽ ചിന്തിക്കാനും നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ പരാജയങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ, നമുക്ക് നടക്കില്ല എന്ന് തോന്നുമ്പോൾ, എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് കൃത്യമായിട്ട് ചിന്തിക്കാനും കൃത്യമായിട്ട് ആഴത്തിൽ നമ്മളൊരു കാര്യത്തെ പഠിക്കാനും നമുക്ക് തയ്യാറാവും. അപ്പോൾ അതിന് ഒരു അതിയായിട്ടുള്ള ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ വേണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മളെപ്പോഴും പറയാറുണ്ട്, ഫെയിലിയർ ഈസ് ദ സ്റ്റെപ്സ് ടു സക്സസ് എന്ന് പറയാറുണ്ട്. പരാജയങ്ങളാണ് വിജയത്തിലേക്കുള്ള ചവിട്ടുപടി എന്ന് പറയാറുണ്ട്. പക്ഷേ പരാജയങ്ങൾ നമ്മളെ ലൈഫിൽ ഉണ്ടാവുമ്പോൾ, പ്രത്യേകിച്ച് ഒരു 2-3 അടുപ്പിച്ചുണ്ടാവുമ്പോൾ നമ്മൾ തളർന്നു പോകുന്നു എന്നുള്ളത് ഏറ്റവും സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുന്ന സമയത്ത് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നില്ല എന്ന് പറയും. ലോകത്തുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അതിനെ സമീപിക്കുന്ന രീതിയും ആ സമയമൊക്കെ എടുക്കുന്ന നിലപാടുകളും മുന്നോട്ട് പോകുന്ന രീതിയും ഒക്കെയാണ് ഡിഫറൻസ് ആയിട്ടുള്ളത്. സോ അതുകൊണ്ട് പരാജയങ്ങൾ നമ്മളെ വലുതായിട്ട് പഠിപ്പിക്കും. പരാജയങ്ങൾ നമ്മളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പഠിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണമെന്നുള്ളതാണ്. ചില ആളുകൾക്ക് എത്ര എക്സ്പീരിയൻസ് കിട്ടിയാലും നോ ചേഞ്ച്, അവരതേ രീതിയിൽ തന്നെയാണ്. പക്ഷേ പരാജയങ്ങളെ നമ്മൾ പഠിക്കാനുള്ള മനസ്സുമായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വലിയ വിജയം നമ്മളെ ലൈഫിലുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം 2017 ഞാൻ ബിസിനസ്സിലേക്ക് കടന്നു വന്നത്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഉണ്ടായിരുന്നു. എനിക്ക് നടക്കുമില്ലയോ എന്നൊക്കെ ചിന്തകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ആഴത്തിൽ ചിന്തിക്കാനും ആഴത്തിൽ എന്നെ മനസ്സിലാക്കാനും എന്നെ രൂപപ്പെടുത്താനും എന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ തന്നെ സ്വയം സ്ഫുടം ചെയ്തെടുക്കുക എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എവറിത്തിങ് ഈസ് മൈൻഡ് സെറ്റ്. നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം നേടിയെടുക്കുന്നത് മനസ്സുകൊണ്ടാണ്. ആ മനസ്സിനെ കൃത്യമായിട്ട് നിയന്ത്രിക്കാനും ആ മനസ്സിനെ കൃത്യമായിട്ട് പോസിറ്റീവായിട്ട് നിലനിർത്താനും നമുക്ക് ഒരാളിൻ്റെ കൂട്ട് ആവശ്യമായി വരരുത്. സോ സെൽഫായിട്ട് നമുക്ക് നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അതിനുള്ള കാരണങ്ങൾ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് ഈ കാലഘട്ടം നോക്കൂ, എത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ കാലഘട്ടം. നമ്മുടെ മൊബൈൽ ഫോണിൽ പണ്ടൊക്കെ ഒരു അറിവ് തേടണം എന്നുണ്ടെങ്കിൽ ഗുരുക്കന്മാർ വളരെ വിരളമാണ്, തേടിപ്പോവുക, അതിനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ചിലവുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ന് പഠിക്കാനുള്ള ഒരു വ്യക്തിക്ക് പഠിക്കാൻ ഈ ലോകം തുറന്നിട്ടിരിക്കുകയാണ്. പക്ഷെ അതിനെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ നമ്മൾ ചെയ്യുന്നില്ല. വെറും ഇൻസ്റ്റഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം. പഠിക്കാനുള്ള മനസ്സുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക, പിന്നെ നേരിട്ട് ഗുരുക്കന്മാരിലെ ഇടയിൽ വളരുക എന്ന് പറയുന്നത് ഏറ്റവും ഭാഗ്യമുള്ള കാര്യമാണ്. നമ്മൾക്ക് യുക്തി എന്ന് പറഞ്ഞൊരു സാധനം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസായി ബന്ധപ്പെട്ടതോ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ടതോ ഉണ്ടാവില്ല. ഇൻഫർമേറ്ററിയാണ്. പക്ഷേ യുക്തി നമ്മളെ ഗുരുവിൽ നിന്ന് മാത്രമാണ് ലഭിക്കുക. അപ്പോൾ ഒരു മെൻറ്ററെ സപ്പോർട്ട് തേടുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. സോ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പ്രശ്നങ്ങളെ വളരെ പോസിറ്റീവായിട്ട് കാണുക, ആഴത്തിൽ പഠിക്കാനുള്ള ഒരു സമയമാണ് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ നമ്മുടെ ഓരോ ആളുകളുടെ ലൈഫിലും എത്തിച്ചേരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.